പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല തമ്പുരാനെ, അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തെ ഓർത്ത് ഓരോ നിമിഷവും നന്ദി പ്രകാശിപ്പിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ സർവവുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും അങ്ങിൽ ആശ്രയിച്ചാൽ അതിനെല്ലാം ഉത്തരമുണ്ട് എന്ന് ഓരോ ജീവിതാനുഭവങ്ങളിലൂടെയും ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവനാണല്ലോ ഏറ്റവും വലിയ ദൈവിക ദാനം. ഞങ്ങളുടെ ജീവിതമാണല്ലോ അങ്ങ് നൽകുന്ന അതുല്യ മനോഹരമായ സമ്മാനം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് എല്ലാം കാണുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള സ്വയ അവബോധം ഉണ്ടാകണമെങ്കിൽ അങ്ങയുടെ മുമ്പിൽ തല കുനിക്കണമെന്ന് ഞങ്ങളറിയുന്നു. തപസ്സിരിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, മനസ്സിൻ്റെ പൂജാവേദിയിൽ ദുരന്താനുഭവങ്ങളെ ഹോമയാഗമായി അർപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആത്മശുദ്ധി ലഭിക്കുകയുള്ളൂ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബലഹീന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും അങ്ങ് ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നതിലെ എല്ലാം കണ്ടാലും ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് ദൈവം. ഈശോയെ, എല്ലാം പ്രതികൂലമായിട്ട് ഒഴുകുമ്പോഴും തണുത്തുറഞ്ഞ ശിശിരകാലമായി ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഭവപ്പെടുമ്പോഴും അന്തരീക്ഷം മുഴുവൻ മൂടിപ്പൊതിഞ്ഞ് കിടക്കുന്നതായിട്ടൊക്കെ തോന്നുമ്പോഴും ഞങ്ങൾക്ക് ഒരു മ്ലാന ദിനമാണ് ഇന്ന് എന്ന് അനുഭവപ്പെടുമ്പോഴും ഈശോയെ, അങ്ങ് ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട്, ഞങ്ങളെ സഹായിക്കാനായിട്ട്, ഞങ്ങൾക്ക് സാന്ത്വനം അരുളുവാനായിട്ട് അങ്ങ് ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, അങ്ങിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു.
എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ തിരുവിഷ്ടം നിർവഹിക്കുന്ന ഈശോയുടെ ദിവ്യാത്മാവിനെ ഞങ്ങളുടെ ആത്മന ദർശിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. അവിടുന്ന് നൽകിയ വിലയേറിയ മാതൃകയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യാം നമുക്ക് ഈ നിമിഷങ്ങളിൽ. ആന്തരിക ജീവിതം നയിക്കാൻ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, സമയത്തിൻ്റെ വിനിയോഗത്തിൽ ക്രമമുണ്ടായിരിക്കുക. ബാഹ്യമായ ക്രമഭംഗം നമ്മുടെ അന്തരംഗത്തിലും ക്രമക്കേടുകൾ സൃഷ്ടിക്കും. ശ്രദ്ധക്കുറവും സമയനിഷ്ഠയില്ലായ്മയും നിമിത്തം പ്രധാന ചുമതലകൾ പോലും നിർവഹിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. നേരെ മറിച്ച് ക്രമനിഷ്ഠമായ ജീവിതം ആത്മാവിനെ ഏകാഗ്രതയുള്ളതാക്കുകയും ദൈവത്തിനു വേണ്ടിയും ജീവിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായി, ശരീരത്തിന് ആത്മാവെന്നതുപോലെ ആത്മാവിന് ആവശ്യകമായ ചില ഭക്ത്യഭ്യാസങ്ങളെ വിശ്വസ്തതാപൂർവം പാലിക്കാം. ഇവ വിശ്വാസത്തിലൂടെയുള്ള വീക്ഷണവും സദ്വിചാരങ്ങളും ഉത്കൃഷ്ടവും ഭക്തിമയവുമായ വികാരങ്ങളും ആത്മാവിൽ നിലനിർത്തും. ഈ ഭക്താഭ്യാസങ്ങളുടെ സഹായത്താൽ എല്ലാം നന്നായി നടക്കും. ഇവയുടെ അഭാവത്തിലോ എല്ലാം തകരാറിലാകും. ആത്മാവ് ദാഹിച്ചു വരടുകയും അതിൻ്റെ കർത്തവ്യങ്ങളോടും ദൈവത്തോടും അതിന് വെറുപ്പ് തോന്നുകയും ചെയ്യും. ലൗകിക വസ്തുക്കളിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിനാൽ അതിന് തന്നോട് തന്നെ അവജ്ഞയുണ്ടാകും. ക്രമവൽകൃത ജീവിതമാകട്ടെ ഭക്തി അഭ്യാസങ്ങളെ ചിട്ടയോടും വിശ്വസ്തയോടും കൂടി അനുഷ്ഠിക്കാൻ സഹായിക്കുന്നു. വ്യവസ്ഥയില്ലാത്തടത്ത് ക്രമമില്ല. അവിടെ തോന്നുന്നത് പോലെയാണ് ജീവിതം. എല്ലാം സമയം തെറ്റി ചെയ്യുന്നു. ഓരോ ദിവസവും പരിപാടി ഓരോ വിധത്തിലായിരിക്കും. എന്നാൽ നിശ്ചിതമായ പരിപാടിയോട് കൂടിയുള്ള ജീവിതത്തിൽ എല്ലാം ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും. ഓരോന്നിനും അതിൻ്റെതായ സമയം ഉണ്ട്. അപ്പോൾ ഒന്നും മറന്നു പോകുന്നില്ല. എല്ലാം യഥാസമയം ചെയ്യപ്പെടുന്നു. ഒന്നിന് വലിയ തിടക്കുമോ കാലവിളവമോ നേരിടുന്നില്ല. ക്രമനിഷ്ഠമായ ജീവിതത്തിൽ സംബന്ധിക്കുന്നത് ഭക്ത്യാഭ്യാസങ്ങളുടെ കാര്യത്തിലും ശരിയാണ്. നിശ്ചിതവും ക്രമവൽകൃതവുമായ പരിപാടിയുള്ളപ്പോൾ ഭക്ത്യാഭ്യാസങ്ങളെല്ലാം കൃത്യമായി ചെയ്യുവാൻ കഴിയും. ജീവിതത്തിന് അടുക്കും ചിട്ടയും എല്ലാം ഉണ്ടാകും.
ജീവിതത്തിൽ അടുക്കവും ക്രമവും ഇല്ലാതെ വരുമ്പോൾ ഒന്നിനും കൃത്യസമയമില്ലാതെ വരും. കർത്തവ്യങ്ങളെ പലപ്പോഴും നാളേക്ക് മാറ്റിവെക്കുകയും ഒടുവിൽ പരിപൂർണമായി ഉപേക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സാക്ഷി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അത് വാസ്തവമാണ് നമുക്ക് ബോധ്യപ്പെടും. എല്ലാ വസ്തുക്കളും ആവശ്യമില്ലാത്തവ പോലും ദർശിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന കണ്ണുകൾ ആത്മാവിൻ്റെ വാതായനങ്ങളാണ്. അവയിലൂടെ ബാഹ്യവസ്തുക്കളുടെ പ്രതിരൂപങ്ങൾ നമ്മിൽ കടന്നുകൂടുന്നു. അവയോടൊന്നിച്ച് അന്യചിന്തകളും ദൈവവിസ്മൃതിയും ചിലപ്പോൾ ആധ്യാത്മിക മൃതിയുമായിരിക്കും ഫലം. കേൾക്കുന്നവയിൽ മതിവരാത്ത ചെവികൾ വ്യഗ്രചിത്തതയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിനെ നിറയ്ക്കുന്നു. അനിയന്ത്രിതമായ അധരം ഹൃദയത്തെ ഭക്തിരഹിതമാക്കുന്നു. ഒരു വായാടി ഒരിക്കലും ആത്മീയ മനുഷ്യനായിരുന്നിട്ടില്ലെന്ന് വിശുദ്ധ അഗസ്തീനോസ് പ്രഖ്യാപിക്കുന്നുണ്ട്. ജിജ്ഞാസപൂർവകമായ ചോദ്യങ്ങളെയും അനാവശ്യ സംഭാഷണങ്ങളെയും നിയന്ത്രിക്കുകയും മിതഭാഷിയായിരിക്കുകയും ചെയ്യാതെ ആന്തരിക മനുഷ്യനാവുക സാധ്യമല്ല. ആന്തരിക ഇന്ദ്രിയങ്ങൾക്ക് കടിഞ്ഞാണിടുക അത്യന്തപേക്ഷിതമാണ്.
വ്യർത്ഥവും അനാവശ്യവുമായ വിചാരങ്ങളിൽ നാം മുഴുകുന്നെങ്കിൽ അവ നമ്മിൽ വലിയ കോളിളക്കമുണ്ടാക്കാം. അവിടെ ഭൂതഭാവി വർത്തമാനങ്ങളിലെ ആളുകളും വസ്തുക്കളും സ്ഥലങ്ങളും ഒന്നിച്ചു ചേരുന്നതിനാൽ ബോധപതർച്ച വളരെ ഉണ്ടാകും. നാം കണ്ടതും കേട്ടതും ചെയ്തതുമായവയെ ഭൂതകാല സ്മരണ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നാം എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നാണ് ഭാവിയുടെ ചോദ്യം. നമ്മോട് സംബന്ധം പുലർത്തുവാനുള്ള ആളുകൾ, നാം പുതിയതായി സന്ദർശിക്കുവാനുള്ള സ്ഥലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഭാവനകൾ തുടർന്നു വരികയായി. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളോടൊത്തു പോവുക ആന്തരിക ജീവിതത്തിന് സാധ്യമല്ല. യുദ്ധവും സമാധാനവും ബഹളവും ശാന്തതയും രാത്രിയും പകലും ഒന്നിച്ചു ചേരുകയില്ലല്ലോ. ഇത് പരമാർത്ഥമല്ലേ എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് നമുക്ക് ചോദിക്കാം. ആന്തരിക മനുഷ്യനായി തീരുന്നതിന് മുഖ്യ മാർഗം കൂടെ കൂടെ സുഹൃത ജപങ്ങൾ ചൊല്ലുകയാണ് എന്ന് ബോഡാലോ എന്ന മഹാൻ പറയുന്നുണ്ട്. വിറക് അഗ്നി ഉജ്ജ്വലിപ്പിക്കുവാൻ ഉതകുന്നത് പോലെ സുഹൃത ജപ ഉച്ചാരണം ആത്മീയ അഭിവൃദ്ധിക്ക് സഹായകമാണ്. വിറക് കൂടുതൽ ഇടുന്നതിനനുസരിച്ച്
തീജ്വാല വർദ്ധിക്കുന്നത് പോലെ ആവർത്തിച്ചുള്ള സുഗതജപ ഉച്ചാരണം നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നിയെ വർദ്ധിപ്പിക്കുന്നു. അത്യധികം ഉപയോഗപ്രദമായ ഈ സുഹൃതമനുഷ്ഠിക്കുക എത്ര എളുപ്പമാണ്. സൃഷ്ടികളെല്ലാം സുഹൃതജപം ചൊല്ലുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സ്മാരകങ്ങളാണ്. താരകങ്ങളും വൃക്ഷലതാദികളും പുഷ്പങ്ങളും എന്ന് വേണ്ട എല്ലാ വസ്തുക്കളും ഇതിനായി നമ്മെ ക്ഷണിക്കുന്നു. നല്ല ആളുകളുടെ മാതൃകയും ദുഷ്ടജനങ്ങളുടെ പാപങ്ങൾ തന്നെയും ദൈവത്തിൻ്റെലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ കാരണമാകും. ഈ നിമിഷങ്ങളിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കും ഈശോയുടെ മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുക്കാം. അവിടത്തോട് നമുക്ക് പറയാം, തോന്നലുകൾക്കൊത്ത് സമയം വിനിയോഗിക്കാതെ ഓരോ കർത്തവ്യത്തിനും പ്രത്യേക സമയം നിർദ്ദേശിക്കുന്ന ക്രമമുള്ള ജീവിതം ഞാൻ നയിക്കുമെന്ന്. എല്ലാം കാണുവാനും അറിവാനും അഭിലഷിക്കുന്ന കൗതുകപ്രിയത്തെയും ആവശ്യമില്ലാത്ത വിചാരങ്ങളെയും നിയന്ത്രിക്കുകയും സുഹൃതജപോച്ചാരണം പരിശീലിക്കുകയും ചെയ്യുമെന്ന്. ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചിടാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 74, 75, 74, 75 തിരുവചനങ്ങൾ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്.
ഈശോയുടെ തിരുസന്നിധി നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ സങ്കീർത്തകനോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ കർത്താവിനോട് ചേർന്ന്, ദാവീദ് രാജാവിനോട് ചേർന്ന്, നമ്മുടെ എല്ലാ പൂർവ്വപിതാക്കന്മാരോടും ചേർന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ദൈവം എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. സങ്കീർത്തനങ്ങൾ 139 കടന്നു പോകുമ്പോൾ എല്ലാം കാണുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ആ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാം കാണുന്നവനായ ദൈവത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. സങ്കീർത്തനങ്ങൾ 139. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിനും പിൻപിനും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവെന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാവിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിൽ രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ, അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവേ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലല്ലോ ഇല്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ? ഞാനവരെ പരിപൂർണമായി വെറുക്കുന്നു. അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഈ നിമിഷങ്ങളിൽ ഈ വചനഭാഗത്തെക്കുറിച്ച് ആഴമായി ചിന്തിച്ചുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയ്ക്കണമേ എന്ന് നല്ല കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം.
വീണ്ടും നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 146, 147, 148 ഇത്രയും സങ്കീർത്തനങ്ങൾ വായിച്ച് നമ്മുടെ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. സങ്കീർത്തനങ്ങൾ 146. കർത്താവിനെ സ്തുതിക്കുവിൻ, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടയുന്നു. യാക്കോബിൻ്റെ ദൈവം തുണിയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു. അവിടുന്ന് നിരപറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 147. സർവശക്തനായ ദൈവം. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു. അവയോരോന്നിനും പേരിടുന്നു. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ. കിന്നരമീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ട് മൂടുന്നു. ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു. അവിടുന്ന് മലകളിൽ പുല്ല് മുളപ്പിക്കുന്നു. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഒടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞ് പെയ്യിക്കുന്നു. ചാരം പോലെ ഹീമധൂളി വിതറുന്നു. അവിടുന്ന് അപ്പകഷ്ണം പോലെ ആലിപ്പഴം പൊടിക്കുന്നു. അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്ക് സഹിക്കാനാവും?
അവിടുന്ന് കൽപ്പന അയച്ചതിനെ ഒരുക്കിക്കളയുന്നു. അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 148. കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശത്തിന് മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ. അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. കടലിലെ ഭീകരജീവികളെ, അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. പർവ്വതങ്ങളും മലങ്ങളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും ഉന്നതമാണ്. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ. കർത്താവിനെ സ്തുതിക്കുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങാണെൻ്റെ സർവവും നാഥനും രക്ഷകനുമെന്ന് തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, നല്ലവനായ തമ്പുരാനെ, ഈ 1 മണിക്കൂർ സമയം അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മതിയായവൻ എന്നെ കരുതുന്ന കർത്താവൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഒരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും